സവാരി ഗിരിഗിരി ലാലേട്ടനോട് പറയാൻ നാദിയയുടെ ചുണ്ടിലെത്തിയത് ഇതാണ്. ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് കുവൈറ്റ് സ്വദേശിനിയായ നാദിയയുടെ മുന്നിൽ യാഥാർത്ഥ്യമായത്. വഴിയൊരുക്കിയത് മംഗളം ടെലിവിഷനിലെ വാർത്തയിൽ. ഭിന്നശേഷിക്കാരിയാണ് നാദിയ. കുവൈറ്റ് സോഷ്യൽ അഫയേഴ്സിൽ കഴിയുന്ന ഇവർ തിരനോട്ടം എന്ന പരിപാടിക്കായി മോഹൻലാൽ കുവൈറ്റിലെത്തുമെന്നറിഞ്ഞ് മംഗളം ടെലിവിഷനിലൂടെയാണ് നാദിയ ആഗ്രഹം വെളിപ്പെടുത്തിയത്. വാർത്ത കണ്ട മോഹൻലാൽ പരിപാടിയുടെ സംഘാടകരായ ടെക്സാസ് കുവൈറ്റ് ഭാരവാഹികൾ വഴി സ്റ്റേജ് ഷോയ്ക്കിടയിൽ നാദിയയ്ക്ക് സമയം അനുവദിക്കുകയായിരുന്നു. വീൽചെയറിൽ സ്റ്റേജിലേക്ക് പോകാനാകാത്തതിനാൽ ലാൽ അവർക്കരികിലേക്ക് ഇറങ്ങിച്ചെന്നു. താരം തനിക്കരികിലേക്ക് വരുന്നത് കണ്ട് നാദിയയുടെ കണ്ണു നിറഞ്ഞു. വാക്കുകൾക്കായി അവർ പരതി. തനിക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്ന താരരാജാവിനെ കണ്ടപ്പോൾ പരിഭവം അത്ഭുതത്തിന് വഴിമാറി. ചോദിച്ചു, ഐ ലവ് യു പറയാമോ എന്ന്. സവാരിഗിരിയോടെ അത് പൊട്ടിച്ചിരിയായി മാറി. അതെ, ആ കുട്ടി പറയാണ്, എന്നോട് പറ ഐ ലവ് യു. വന്ദനം സിനിമ എത്ര പ്രാവശ്യം കണ്ട ഒരാളെ പറയാൻ പറ്റൂ, എന്നോട് പറ ഐ ലവ് യു. ഞാനെന്താ പറയാ, God bless you. Love and prayers. And I'm so happy that you came all the way to the UK. ലാലേട്ടൻ കയ്യിൽ കരുതിയ സ്നേഹസമ്മാനം നൽകിയപ്പോൾ നാദിയ താൻ കഴിയുന്ന സോഷ്യൽ അഫയേഴ്സിന്റെ വക സമ്മാനമായി ലാലേട്ടന്റെ ഒരു ചിത്രവും കൈമാറി. എനിക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാമോ എന്നതായിരുന്നു നാദിയയുടെ അടുത്ത ആവശ്യം. നെറുകയിൽ ചുംബിച്ച ശേഷമാണ് ലാൽ മടങ്ങിയത്. നടന വിസ്മയത്തിന്റെ 40 ആണ്ടുകൾ പിന്നിട്ട മോഹൻലാലിനോടുള്ള ആദരസൂചകമായിട്ടായിരുന്നു ഹവല്ലി പാർക്കിലെ പരിപാടി. അനിൽ പി അലക്സ്, മംഗളം ടെലിവിഷൻ, കുവൈറ്റ്.